നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു കാരണവശാലും ഹരിയാനയിൽ BJPക്ക് അധികാരം കൊടുക്കരുത്. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് സഹായം ചെയ്യാനും തയ്യാറാണ്. ആം ആദ്മി നേതാക്കളുടെ വാഗ്ദാനമാണിത്. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടോ ഞങ്ങൾ ശിഥിലമായതുകൊണ്ടോ ഒന്നുമല്ല. ഞങ്ങൾ നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാലേ ഡൽഹിയിൽ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ അധികാരത്തിലേക്ക് കയറ്റിയ ജനങ്ങൾക്ക് ശാശ്വതമായ കുടിവെള്ള പരിഹാരം നടത്താൻ ഞങ്ങൾക്ക് കഴിയൂ. കാരണം ഹരിയാന സർക്കാരിൻ്റെ കൂടി വിട്ടുവീഴ്ചയുണ്ടെങ്കിലേ അത് സംഭവ്യമാകൂ. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഡീൽ അതുതന്നെയാണ്. ഇന്ത്യ മുന്നണിയിൽ തന്നെയാണ് എന്ന് പറയുമ്പോഴും പഞ്ചാബിൽ അവർ സൗഹൃദ മത്സരം ലോക്സഭയിൽ നടത്തിയതാണ്. എന്നാൽ ഒട്ടുമുക്കാൽ സീറ്റും കോൺഗ്രസും ആം ആദ്മിയും ചേർന്ന് നേടിയെടുക്കുകയും ചെയ്തു. ആം ആദ്മിക്ക് 3 സീറ്റ് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് 7 സീറ്റ് ലഭിച്ചു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള മൃഗീയ മുന്നേറ്റമാണ് പഞ്ചാബിൽ കാണിച്ചത്. എന്നാൽ ഇന്ത്യ മുന്നണി ഹരിയാനയിലും മികച്ച പോരാട്ടമാണ് കാഴ്ചവെച്ചത്. 1 സീറ്റ് ആം ആദ്മിക്ക് നൽകുകയും മറ്റുള്ള 9 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുകയും ചെയ്തു. അതിൻ്റെ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ കോൺഗ്രസ് 9-ൽ 5 സീറ്റും നേടിയെടുത്തുകൊണ്ടാണ് വിജയം കൊയ്തെടുത്തത്. BJP കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. ഹരിയാനയിൽ അധികാരത്തിലേക്ക് കോൺഗ്രസ് വന്നാൽ ഹിമാചൽ പ്രദേശിന് ശേഷം ഉത്തരേന്ത്യയിൽ അധികാരത്തിൽ വരുന്ന 2ാമത്തെ സംസ്ഥാനമായി ഈ കാലയളവിൽ മാറിക്കഴിയും. തീർച്ചയായും BJPക്ക് അത് വലിയ തിരിച്ചടിയാകും. അത് ഇനി വരാൻ പോകുന്ന മഹാരാഷ്ട്രയിലേക്കും ജാർഖണ്ഡിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ പ്രതികൂലമായി ബാധിക്കും. ഇന്ത്യ മുന്നണിക്ക് അത് മികവുറ്റ വിജയമാകും. അത് കൂടുതൽ മുന്നേറാനുള്ള ഇന്ധനം പകരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അവിടെ 2 വ്യവസ്ഥകളാണുള്ളത്. ഒന്ന്, കൃത്യമായും BJP വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിക്കണമെങ്കിൽ ദുഷ്യന്ത് ചൗട്ടാല കൂടി കോൺഗ്രസിലേക്ക് ചേക്കേറിയേ മതിയാവുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഡീലാണ് AICC ഇപ്പോൾ നടത്തുന്നത്. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ദുഷ്യന്ത് ചൗട്ടാലയുടെ പാർട്ടിക്ക് 5 സീറ്റ് വരെ കൊടുക്കാം എന്നുള്ള വ്യവസ്ഥാപിതമായ നയമാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ദുഷ്യന്ത് ചൗട്ടാലയ്ക്കും കൃത്യമായി അറിയാം, ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒറ്റയ്ക്ക് 10 സീറ്റുകളൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ദുഷ്യന്ത് ചൗട്ടാലയുടെ വോട്ട് ഷെയർ കുറഞ്ഞിരിക്കുന്നു. ഏത് മണ്ഡലത്തിലെടുത്തു നോക്കിയാലും അവർക്ക് 1 ലക്ഷത്തിനപ്പുറത്തേക്ക് വോട്ട് ഷെയർ കടത്താൻ പറ്റിയിട്ടില്ല. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി, JJPയുടെ വോട്ട് ഷെയറിൽ വിള്ളലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം എന്ന പാർട്ടി കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താനുള്ള എല്ലാ രീതിയിലുള്ള നയവും അടവും ആവിഷ്കരിക്കാൻ കഴിയും. അതിൽ ഒരു സ്പോയിലർ ആകാൻ ദുഷ്യന്ത് ചൗട്ടാല ആഗ്രഹിക്കുന്നില്ല എന്ന് പല വേദികളിലായി അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. BJP വിരുദ്ധ വോട്ടുകളെ ഏകീകരിപ്പിക്കണമെങ്കിൽ ദുഷ്യന്ത് ചൗട്ടാല തീർച്ചയായും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായേ തീരുകയുള്ളൂ. കോൺഗ്രസിലേക്ക് ലയിപ്പിക്കുകയോ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയോ ചെയ്യേണ്ട ബാധ്യത ജനങ്ങളെ സമക്ഷം നിർത്തി ദുഷ്യന്ത് ചൗട്ടാലയ്ക്കുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ നേതാവായ ഭൂവിന്ദർ സിംഗ് ഹൂഡ പ്രഖ്യാപിച്ചപ്പോൾ ദുഷ്യന്ത് ചൗട്ടാല ആ തീരുമാനം ഇപ്പോൾ മുഖവിലക്കെടുത്തിരിക്കുകയാണ്.